അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വേർഡാണ്. അതായത് അനീമിയയുടെ ഗണത്തിൽപ്പെട്ട ഒരു അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി ഡിസീസാണ്. അതായത് മാതാപിതാക്കൾക്ക് ഈ അസുഖമുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് വരുന്ന ഒരു അസുഖമാണ്. ഒന്നല്ലെങ്കിൽ രണ്ട് മാതാപിതാക്കൾക്കും അതുണ്ടെങ്കിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാതാവിനോ പിതാവിനോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഈ അസുഖം അടുത്ത തലമുറയിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികമുള്ള ഒരു അസുഖങ്ങളിൽ ഒന്നാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയയിൽ നടക്കുന്നത്? അതായത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബോഡിയിൽ ഓരോ സെല്ലിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പം ഓക്സിജൻ എത്തിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അപ്പം സിക്കിൾ സെൽ അനീമിയയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ എ എന്നാണ് നമ്മുടെ സാധാരണ ഹീമോഗ്ലോബിൻ പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ എന്ത് സംഭവിക്കും? അതായത് സിക്കിൾ സെൽ അനീമിയ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട സിക്കിൾ സെൽ അനീമിയ ഉണ്ടെങ്കിലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ലാതെ പോകാം. പക്ഷെ രണ്ട് സിറ്റുവേഷനാണ്. സിക്കിൾ സെൽ അനീമിയയുടെ ക്രൈസിസിലേക്ക് പോയാലാണ് പ്രശ്നം. അപ്പൊ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ വഷളാകുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ എ ഹീമോഗ്ലോബിൻ എസ് ആയി മാറുക എന്ന് പറയുന്ന സംഭവമാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അതായത് സിക്കിൾ സെൽ അനീമിയയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സാധാരണ ഹീമോഗ്ലോബിൻ റൗണ്ട് ഷേപ്പ് ആയിരിക്കും, പക്ഷേ സിക്കിൾ സെൽ അനീമിയയിൽ എന്താവും? അത് വളഞ്ഞു പോകും, റൗണ്ട് അല്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അതുകൂടാതെ നമ്മുടെ ബോഡിയിൽ സോഫ്റ്റാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പക്ഷെ സിക്കിൾ സെൽ അനീമിയയിലേക്ക് വരുമ്പോൾ അത് റിജിഡ് ആവും, കട്ടിയുണ്ട്, പക്ഷെ അത് സ്റ്റിക്കിയാണ്, പശ പോലെ ഒട്ടിച്ചേർന്നിരിക്കും. ഈ രണ്ട് പ്രത്യേകത ഇതിനകത്തുണ്ട്. ഹീമോഗ്ലോബിൻ എയിൽ സോഫ്റ്റ് ആണ്, റൗണ്ട് ആണ്. പക്ഷെ ഹീമോഗ്ലോബിൻ എസ് എന്നതിൽ റിജിഡ് ആണ്, സ്റ്റിക്കിയാണ്, സിക്കിൾ ഷേപ്പാണ്. ഇതാണ് ഹീമോഗ്ലോബിൻ എയും ഹീമോഗ്ലോബിൻ എസിന്റെയും പ്രത്യേകത. അതായത് സിക്കിൾ സെൽ അനീമിയയിലെ ഹീമോഗ്ലോബിൻ എയെ ഹീമോഗ്ലോബിൻ എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ചെറിയ തോതിലാണ് അതങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് വിഷയമാക്കുന്നത് ക്രൈസിസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ക്രൈസിസ് ഉണ്ടാകുന്നത്? ക്രൈസിസ് ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിന് ഒരു പ്രത്യേകതയുണ്ട്, വളരെ സെൻസിറ്റീവ് ടു ഓക്സിജൻ. അതായത് ഓക്സിജൻ ബോഡിയിൽ കുറഞ്ഞാൽ സാധാരണ ഹീമോഗ്ലോബിൻ നോർമൽ ബോഡിയിൽ അതൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ ഈ സിക്കിൾ സെൽ അനീമിയ ഡയഗ്നോസ്ഡ് ആയ പേഷ്യൻറ്റിന് ഓക്സിജൻ വളരെ സെൻസിറ്റീവാണ്. കാരണം ഓക്സിജൻ്റെ ഒരു കുറവ് പോലും ഈ സെല്ലിൻ്റെ കൺസ്ട്രക്ഷനെയും സ്ട്രക്ചറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഓക്സിജൻ്റെ കുറവാണ് ഇവിടെ എല്ലായിടത്തും പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാത്തതാണ്, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആൾ ഫിസിക്കലായിട്ട് വർക്കും കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്ത് ബോഡിയുടെ മെറ്റാബോളിക് ഡിമാൻഡ് കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പം അതിനനുസരിച്ച് ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റാതെ വന്നു. ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് ബോഡിക്ക് ആവശ്യത്തിന് ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇതിന്റെ ക്രൈസിസ്. രണ്ട് സിറ്റുവേഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ക്രൈസിസ് ഉണ്ടാക്കാവുന്ന സിറ്റുവേഷന് കാരണം എന്താ? കാരണം ഇൻഫെക്ഷൻ്റെ സമയത്ത് ഡിമാൻഡ് കൂടും. എക്സസൈസിന്റെ സമയത്ത് ഡിമാൻഡ് കൂടും. ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ സാന്നിധ്യം കുറയും. അപ്പം ഓക്സിജൻ ബോഡിയിലേക്ക് കിട്ടാതെ വരുന്നതോ അല്ലെങ്കിൽ ഓക്സിജന്റെ പെട്ടെന്ന് ബോഡിയുടെ ഡിമാൻഡ് കൂടിയപ്പം അതിനനുസരിച്ച് ഹീമോഗ്ലോബിനെ ഉപയോഗിച്ച് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുമാണ് ഇതിന്റെ ക്രൈസിസിന് കാരണം. അതാണ് ഇതിന്റെ കോസ്, ക്രൈസിസിന്റെ കോസ്. ഇനി എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഹീമോഗ്ലോബിൻ എയിൽ നിന്ന് ഹീമോഗ്ലോബിൻ എസിലേക്ക് ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും.
കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുമ്പം സ്വാഭാവികമായിട്ട് ഈ ബ്ലഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് റിജിഡാണ്, സ്റ്റിക്കിയാണ്. ഇവിടെ ഈ സ്റ്റിക്കി എന്ന് പറയുന്ന സംഭവമാണ് വിഷയമാകാൻ പോകുന്നത്. കാരണം ഇത് ഒരു അളവ് കൂടുന്നതിനനുസരിച്ച് ഇത് ഒന്ന് കളക്റ്റാവും. കളക്റ്റായിട്ട് ഇതെന്ത് ഗാദേർഡ് ടുഗദർ, ഇവർ ഗാദേർഡ് ടുഗദർ ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലോട്ട് ഫോം ചെയ്യും. ക്ലോട്ട് ഫോം ചെയ്തിട്ട് സ്റ്റിക്കി നേച്ചറാണ് ഇതിന്. അതുകൊണ്ട് ക്ലോട്ടായിട്ട് ഇത് ഫോം ചെയ്യും. ഇത് ക്ലാമ്പ് ചെയ്ത് ടുഗദർ ആയിട്ടിരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും നിന്ന് സ്റ്റിക്ക് ചെയ്യും. സ്റ്റിക്ക് ചെയ്തിരുന്നിട്ട് ഇതെന്ത് ചെയ്യും? ഒബ്സ്ട്രക്ഷൻ ചെയ്യും. എവിടെയാണ് ഈ ഹീമോഗ്ലോബിൻ പൊതുവേ ഉള്ളത്? ബ്ലഡ് വെസൽസിലാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് ത്രോംബസ് ഫോം ചെയ്ത് കഴിയുമ്പം ആ ത്രോംബസ് ബ്ലഡ് വെസൽസിലൂടെ ഒഴുകി നടക്കും. അങ്ങനെ ഒഴുകി നടക്കുന്ന ത്രോംബസ് എവിടെയെങ്കിലും ചെന്ന് ഒബ്സ്ട്രക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് അപ്പുറത്തേക്കുള്ള സർക്കുലേഷൻ നടക്കത്തില്ല. അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി ബോഡി പാർട്സിലേക്ക് ഇസ്ചീമിക് അറ്റാക്ക് ഉണ്ടായി, പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടായി, പെയിൻ ഉണ്ടായി, പേഷ്യൻറ്റിൻ്റെ ഓർഗൻ്റെ ഫങ്ഷൻ നിന്ന് പോകുന്ന അവസ്ഥയാണ് ശരിക്കും സിക്കിൾ സെൽ അനീമിയയുടെ ക്രൈസിസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ പ്രശ്നങ്ങൾക്ക് കാരണം. പിടികിട്ടിയോ? ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. അതായത് ഇങ്ങനത്തെ അവസ്ഥയുള്ളത് കൊണ്ട് പേഷ്യൻ്റ് ഉണ്ടാക്കാൻ പോകുന്ന കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് പേഷ്യൻ്റ് ഉണ്ടാകുക? എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഒബ്സ്ട്രക്ഷനുമായിട്ടാണ്. ഒബ്സ്ട്രക്ഷൻ മൂലം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള സിസ്റ്റങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകാൻ കാരണമായ ഈ പാത്തോളജിയിൽ വ്യതിയാനങ്ങളുണ്ടാകും. ഒരുപാട് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും, സ്വാഭാവികമായിട്ട് മൾട്ടി ഓർഗൻസിനെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലത്തെ ഒരു അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ. ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാസോ ഒക്കുലാർ ക്രൈസിസ് ആണ്. വാസോ ഒക്കുലാർ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രശ്നം. കാരണം അതിൻ്റെ സ്റ്റിക്കി, ഇപ്പം നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ മെറ്റാബോളിക് ഡിമാൻഡ് ബോഡിയിൽ ഒരുപാട് കൂടി, അതിനനുസരിച്ച് മീറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റാത്തതുകൊണ്ട് ബോഡി അമിതമായിട്ട് ഹീമോഗ്ലോബിൻ എ ഹീമോഗ്ലോബിൻ എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ഹീമോഗ്ലോബിൻ എസിൻ്റെ പ്രത്യേകതയാണ് അത് സ്റ്റിക്കി ആണെന്നുള്ളത്. അതായത് സിക്കിൾ സെൽ അനീമിയയുടെ ക്രൈസിസിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ അത് ബോഡിയിൽ കളക്റ്റായി ക്ലാമ്പ് ചെയ്ത് ഒബ്സ്ട്രക്റ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന ഓർഗൻസിൽ ഒബ്സ്ട്രക്റ്റഡ് ആവും. അപ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങോട്ടുള്ള സർക്കുലേഷൻ കുറയും. അപ്പോൾ സർക്കുലേഷൻ കുറയുമ്പോൾ ബോഡിക്ക് സർക്കുലേഷൻ കിട്ടുന്നില്ലെങ്കിൽ, ആവശ്യത്തിന് ബോഡിയുടെ ഓക്സിജൻ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബോഡിക്ക് സ്ട്രെസ് ഉണ്ടാവും, ബോഡിക്ക് ഭയങ്കരമായ പെയിൻ ആ പേഷ്യൻറ്റിന് ഉണ്ടാവും. അപ്പം വാസ്കുലാർ ഒക്ലൂസീവ് ക്രൈസിസും പെയിനുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നതിന് അവിടെ സെൽ നെക്രോസിസ്, സെൽ ഡെത്ത് ഉണ്ടായി നെക്രോസിലേക്ക് പോകാനുള്ള പ്രവണത ഉണ്ടാകും. അതിനു മുമ്പ് മുഴുവൻ ശേഷിയെടുത്ത് ഓക്സിജനെ എങ്ങനെയെങ്കിലും റിസീവ് ചെയ്യാൻ ബോഡി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ് ഉണ്ടാവും, ക്രൈസിസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. അതാണ് ഒക്ലൂഷന്റെ ഭാഗമായിട്ട്, വാസ്കുലാർ ഒക്ലൂസീവ് ക്രൈസിസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണത്. അടുത്തതാണ് ഹൈപ്പർ ഹീമോലൈറ്റിക് ക്രൈസിസ്. അതായത് നമ്മുടെ ബോഡിയിൽ നോർമൽ സെൽസും ഉണ്ട്, സിക്കിൾ സെൽസും ഉണ്ട്. സിക്കിൾ സെല്ലും ഉണ്ട്, ഹീമോഗ്ലോബിനും ഉണ്ട്. രണ്ട് ഹീമോഗ്ലോബിൻ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും ആയുസാണ് പ്രശ്നം ഇവിടെ. അതായത് ഹീമോഗ്ലോബിനിൽ ഉണ്ടാകുന്ന RBCയുടെ ആയുസ് എന്ന് പറയുന്നത് 120 days ആണ്. എന്നാൽ സിക്കിൾ സെൽ അനീമിയയിലൂടെ ഉണ്ടാകുന്ന സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ്റെ ആയുസോ 10 to 20 days ഉള്ളൂ. അപ്പോൾ 10 to 20 daysനുള്ളിൽ ഇതെല്ലാം നശിച്ചു പോകും. അപ്പോൾ ബോഡിയിൽ ഒരുപാട് ഇതെല്ലാം ഉണ്ടായി, പക്ഷെ RBC നീണ്ടു നിൽക്കുകയും ചെയ്യും. റൈറ്റ് ബ്ലഡ് സെൽസ്, ഹെൽത്തി ഹീമോഗ്ലോബിൻ നീണ്ടു നിൽക്കുകയും ചെയ്യും. സിക്കിൾ സെൽ ആയ ഹീമോഗ്ലോബിൻ നീണ്ടു നിൽക്കത്തുമില്ല. അപ്പം 10 to 20 ആകുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യും?
ബോഡിയിലുള്ള ബ്ലഡിന്റെ അളവ് ഒരു 15-20 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായി നല്ല രീതിയിൽ അങ്ങ് കുറയും, ഹാഫ് ആവും. അപ്പൊ ബോഡിയുടെ ആവശ്യത്തിനുള്ള ബ്ലഡിന്റെ ബോഡി പാർട്സുകൾക്കുള്ള ഓക്സിജന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയാണ് പേഷ്യന്റിന് സിവിയർ അനീമിയ ഉണ്ടാകും. കാരണം മനസ്സിലായി, ഹൈപ്പർ ഹീമോലാറ്റിക് ക്രൈസിസ് ഉള്ളതെല്ലാം പെട്ടെന്ന് 20 ദിവസം ആകുമ്പോൾ ഈ അഫക്റ്റഡ് ആയിട്ടുള്ളതെല്ലാം നശിച്ചു പോകും. അപ്പം നമ്മൾ കൂടുതൽ ബോഡി ഈ 20 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിനെ മീറ്റ് ചെയ്യാനുള്ള ഓക്സിജൻ ഡിമാൻഡ് ബോഡിയുടെ മീറ്റ് ചെയ്യാനുള്ള ശേഷി ഇതിനില്ല. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ, ഹൈപ്പർ അനീമിയ. അപ്പം അനീമിയയുടെ സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിക്ക് അനീമിക് ലക്ഷണങ്ങളെല്ലാം ബോഡി കാണിക്കും. എന്താ, പെയിൽ കളർ ഉണ്ടാവും, ഫറ്റീഗ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കാണിക്കും. എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? കാരണം അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന ബ്ലഡിനകത്തൊന്നും ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ ഇല്ല. ഹീമോഗ്ലോബിനാണ് ബോഡിക്ക് റെഡ് കളർ കൊടുക്കുന്നത്. അപ്പൊ പെയിൽ കളർ ആവും ബോഡിക്ക്. ടാക്കിക്കാർഡിയ ഒപ്പം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ടാക്കിക്കാർഡിയ ഉണ്ടാകുന്നത്? ബോഡിയുടെ ബ്രെയിന് ഇൻഫർമേഷൻ കിട്ടി. കാരണം ആവശ്യത്തിന് ഓക്സിജൻ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റുന്നില്ല. അപ്പം ഹാർട്ട് പമ്പിങ് സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ടായി ഹാർട്ട് റേറ്റ് കൂട്ടും. പക്ഷെ ഹാർട്ട് റേറ്റ് കൂട്ടിയാലും ഹീമോഗ്ലോബിൻ ഇല്ല ബോഡിയിൽ. അങ്ങനെ സിവിയർ അനീമിയ ഉണ്ടാവും. ഇനി അടുത്തതാണ് റെറ്റിക്കുലോസൈറ്റോസിസ് എന്ന് പറയും. റെറ്റിക്കുലോസൈറ്റോസിസ് എന്ന് പറയുന്ന റെറ്റിക്കുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചുവർ ബ്ലഡ് അല്ല, ഇമ്മച്ചുവർ ബ്ലഡാണ്. അതായത് ബോഡിയിൽ ഹീമോഗ്ലോബിന്റെ ഭയങ്കരമായ കുറവുണ്ടാകുമ്പോൾ സ്വാഭാവികമായി എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന കിഡ്നിയിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം സ്റ്റിമുലേറ്റഡ് ആവും. കാരണം ബോഡിയിൽ RBCയുടെ കുറവാണ്. അപ്പം അതെന്ത് ചെയ്യും? അത് ബോൺ മാരോനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ബോൺ മാരോനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബോൺ മാരോയ്ക്ക് ആവശ്യത്തിന് മച്ചുവർ സെൽസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടില്ല. 120 ഡേയ്സ് ആണ് എടുക്കുന്നത്. അപ്പം RBC ബോൺ മാരോ എന്ത് ചെയ്യും? ഇമ്മച്ചുവറായ എരിത്രോസൈറ്റ്സിനെ ബോഡിയിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും, ബോഡിയിലേക്ക് ബ്ലഡ് വെസൽസിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അത് വെച്ച് ആ ഇമ്മച്ചുവർ ആയിട്ടുള്ള എരിത്രോസൈറ്റ്സിന്റെ അളവ് ബോഡിയിൽ കൂടിയാൽ എന്ത് സംഭവിക്കും? അത് പിന്നെയും സ്റ്റിക്കി ആവും. മനസ്സിലായോ? അത് ഭയങ്കര സ്റ്റിക്കിയാണ്. സ്റ്റിക്കി ആയിട്ട് ബ്ലഡിന്റെ തിക്നെസ് കൂടി, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടിയിട്ട് ബ്ലഡ് വെസൽ വെലോസിറ്റി കുറഞ്ഞു. അപ്പം ബ്ലഡിന്റെ ഫ്ലോ കുറഞ്ഞ് കട്ടി കൂടി ഫ്ലോ കുറയുമ്പോൾ എന്ത് തരും? ഓൾറെഡി അനീമിക് ആണ്. അതിലേക്ക് ഈ ബ്ലഡിന്റെ ഫ്ലോയും കൂടി കുറഞ്ഞു കഴിയുമ്പോൾ സിവിയർ അനീമിയാണ്, സിവിയർ പ്രോബ്ലം, സിവിയർ ടിഷ്യൂ സർക്കുലേഷൻ്റെ ഓക്സിജന്റെ കുറവ് വരും. അതാണ് എറിത്രോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഉണ്ടാകാൻ കാരണം എന്താ? കാരണം ബോൺ മാരോയ്ക്ക് ബോഡിയിൽ ഇതില്ല എന്ന് പറയുമ്പോൾ കിഡ്നി കൊടുത്ത എറിത്രോപോയറ്റിൻ കൊടുത്ത ഇൻഫർമേഷന്റെ പകരമായിട്ട് ഇമ്മച്ചുർ ആണെങ്കിലും സെല്ലിനെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുക ഇങ്ങനെ. അത് ചെയ്യുന്ന പണിയാണ് ഓവർ സിറ്റുവേഷൻ ആക്കും. സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് പ്രോബ്ലമാറ്റിക് ആക്കും. കാരണം എന്നാ, അത് ഭയങ്കര സ്റ്റിക്കിയാണ്. പിന്നെ ഉണ്ടാകുന്ന ജോണ്ടിസ് എങ്ങനെയാ? കാരണം 120 ഡേയ്സിൽ തീരേണ്ടതിന് പകരം 20 ഡേയ്സ് ആയപ്പം എല്ലാം ഡിസ്ട്രക്റ്റഡ് ആയി. നല്ലൊരു ശതമാനം സെല്ല് ഡിസ്ട്രക്റ്റഡ് ആയി. അടുത്ത 20 ഡേയ്സ് ആകുമ്പോൾ പിന്നെയും ഒരുപാട് സെല്ലുണ്ടായി, എല്ലാം ഡിസ്ട്രക്റ്റഡ് ആയി. ഒപ്പം സൈറ്റോസിസ് ബോഡിയിലേക്ക് സെക്രീറ്റഡ് ആയി, അതിൻ്റെയും ഡിസ്ട്രക്ഷൻ ഉണ്ടായി. ഇതിൻ്റെ എല്ലാം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി കഴിയുമ്പം ഒരുപാട് RBC റെഡ് ബ്ലഡ് സെൽസ് ബോഡിയിൽ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ഹീമോഗ്ലോബിൻ ഒരുപാട് ബോഡിയിൽ ഡിസ്ട്രക്റ്റഡ് ആയി. അതായത് ഹീമോഗ്ലോബിൻ മെറ്റാബോളിസം നമ്മുടെ ബോഡി സ്പ്ലീനിലാണ് വെച്ച് നടത്തുന്നത്. അപ്പോൾ സ്പ്ലീനിൽ ഈ മെറ്റാബോളിസം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്നും അമിതമായിട്ട് ബിലൂറുബിനെ എക്സ്ക്രീറ്റ് ചെയ്യും. കാരണം ഹീമോഗ്ലോബിൻ ഡിസ്ട്രക്ഷന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ബിലൂറുബിൻ. ആ ബിലൂറുബിന്റെ അളവ് ബോഡി കൂടും, അങ്ങനെ ജോണ്ടിസ് ഉണ്ടാവും. പിന്നെ
അടുത്ത പ്രശ്നമാണ് സ്പ്ലീനിക് സ്ക്വസ്ട്രേഷൻ എന്ന് പറയും. സ്പ്ലീനിക് സ്ക്വസ്ട്രേഷൻ എന്ന് പറയും. സ്പ്ലീനിക് സ്ക്വസ്റ്ററേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ എല്ലാ ഓർഗൻസും ഉണ്ട്. എല്ലാ ഓർഗൻസും ഒരുവിധം ഒരേ താളത്തിലാണ് പോകുന്നത്. കാരണം നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനനുസരിച്ച് ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ഫങ്ഷൻ യൂണിറ്റ് ആയ സെല്ല് തൊട്ട് സകല ഓർഗൻസും ഏറ്റവും വൈറ്റൽ ഓർഗനായ ബ്രെയിൻ വരെ ആ ഹൃദയത്തിൻ്റെ താളത്തിനനുസരിച്ചാണ് അതിന് വേണ്ട ന്യൂട്രീഷനുകൾ ഓരോ ഇടിക്കും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ താളം. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ എല്ലാ ഓർഗനേക്കാളും അധികമായിട്ട് സ്പ്ലെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം സ്പ്ലെയിനിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് RBCയുടെ ഡിസ്ട്രക്ഷൻ ഉണ്ടായി, ഹീമോഗ്ലോബിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടായി ഇതിനെ നശിപ്പിക്കാൻ ഫിൽട്ടർ ചെയ്ത് വീണ്ടും എടുക്കേണ്ടത്. കാരണം ബൈ പ്രൊഡക്റ്റ് ആയ ബിലിറൂബിനെ മാറ്റി നിർത്തി ഈ ഹീമോഗ്ലോബിൻ്റെ ഡിസ്ട്രക്ഷൻ നടത്തുന്ന മെയിൻ പണി സ്പ്ലീനിനാണ്. അപ്പോൾ സ്പ്ലീനിലേക്ക് ഈ ബ്ലഡ് മുഴുവൻ ഓടി ഇങ്ങനെ വരുമ്പം സ്പ്ലീൻ എന്ത് ചെയ്യും? സ്പ്ലീൻ ഇതിനെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വയ്ക്കും. അക്യുമുലേറ്റ് ചെയ്ത് വയ്ക്കുമ്പം നമ്മുടെ ബോഡിയിലെ വോളിയം കുറഞ്ഞു, ബ്ലഡ് വോളിയം കുറഞ്ഞു പോയി ഫ്ലൂയിഡ് മുഴുവൻ ഇതിനകത്ത് അക്യുമുലേറ്റഡ് ആവും. സ്പ്ലീനിനകത്ത് ആവശ്യത്തിൽ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താ? ഹൈപ്പോ വോളീമിയ ഉണ്ടാവും. ഹൈപ്പോ വോളീമിയ ഉണ്ടായി ഡീഹൈഡ്രേഷൻ ഉണ്ടായി ഈ പ്രശ്നങ്ങളെല്ലാം ഇരട്ടിയാക്കും. ചിലപ്പം ഈ ഹൈപ്പോ വോളീമിയ ഉണ്ടായി പേഷ്യൻ്റെ ഡെത്ത് വരെ സംഭവിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് ഈ ക്രൈസിസിൻ്റെ ഇൻ്റർവെൻഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഡെത്തോ പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ആവശ്യത്തിന് ഫ്ലൂയിഡിൻ്റെ കുറവാണ്. അപ്പം കാരണം ബ്ലഡ് സ്റ്റിക്കിയാണ്, സ്പ്ലീൻ ആവശ്യത്തിന് കൂടുതൽ ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്, സ്റ്റോറുള്ള ഫ്ലൂയിഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അങ്ങനെയെല്ലാം ആകുമ്പം ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ബോഡി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുക. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ സിക്കിൾ സെൽ അനീമിയയുടെ ക്രൈസിസുമായി വരുന്ന പേഷ്യൻറ്റിൻ്റെ ആദ്യത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് വെല്ലെന്നാണ്. ബോഡി ഫ്ലൂയിഡ് നമ്മൾ ആവശ്യത്തിന് NSO കാര്യമോ കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനാണ് വീണ്ടും ക്രൈസിസ് ഉണ്ടാകാതിരിക്കുന്നത്. കാരണം ഓക്സിജൻ ഡിമാൻഡ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫേസ് മാസ്ക് വെച്ച് 8 to 10 ലിറ്റർ ഓക്സിജൻ പെർ അവറിൽ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതിനെല്ലാം കാണും ഓക്സിജൻ്റെ ഡെഫിഷ്യൻസിയാണ്. പക്ഷേ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിലും ഇതിൻ്റെ പ്രൈമറി കെയർ എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് വെല്ലാണ് ഇതിൻ്റെ ആദ്യത്തെ മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ കാര്യം പേഷ്യൻ്റ് സിവിയർ പെയിൻ ആണ്. കാരണം ബ്ലഡിൻ്റെ അളവ് ബോഡി പാർട്സിലേക്ക് കുറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ട് സെല്ല് ഡെത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് സെല്ല് കാണിക്കുന്ന അതിഭയാനകമായ ബ്ലഡ് എടുക്കാനുള്ള ആവേശം കൊണ്ട് പേഷ്യൻറ്റിൻ്റെ ബോഡി മുഴുവൻ പെയിനായി പോകും. സിവിയർ പെയിൻ. ആ സിവിയർ പെയിൻ മാറ്റാനായിട്ട് നമ്മൾ മോർഫിൻ പോലുള്ള ഹൈ പവറുള്ള സെഡേറ്റീവ് മെഡിസിൻ, ഒപ്പോയിഡ് മെഡിസിൻസുകളാണ് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ ആ പെയിൻ പോകത്തുള്ളൂ. പിന്നെ പേഷ്യൻ്റ് റെസ്റ്റ് ആൻഡ് സെഡേഷൻ. കാരണം റെസ്റ്റിംഗ് സ്റ്റേജിലും സെഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലും പേഷ്യൻറ്റിന് പെയിനോ ബുദ്ധിമുട്ടോ സ്ട്രെസ്സോ ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുമ്പം ഈ ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അനീമിയ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുകയും വേണം. ഇനി എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം? സ്ട്രെസ് ഉണ്ടാകാൻ, ഫിസിക്കൽ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാം. സ്ട്രെസ്സാണ് ഇതിൻ്റെ ആദ്യത്തെ കാരണം. അപ്പം എക്സസൈസ് കാര്യങ്ങളൊന്നും പേഷ്യൻ്റ് അങ്ങോട്ട് ചെയ്യിക്കരുത്. രണ്ടാമത്തെ കാര്യം പേഷ്യൻ്റ് വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. നന്നായിട്ട് വെള്ളം കുടിച്ച് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്കൗണ്ട് കാണിക്കരുത്. കാരണം ബ്ലഡിലെ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റിക്കിയായി മാറുവാണ്. പിന്നെ ഹൈപ്പോക്സിയ അവോയ്ഡ് ചെയ്യണം. സ്ട്രെസ് പേഷ്യൻറ്റിന് കൊടുക്കരുത്. ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. കാരണം ഇൻഫെക്ഷനാണ് ഇതിന് വേറൊരു സ്ട്രെസ്സായിട്ട് മാറാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ഈ സ്ട്രെസ്സിലേക്ക് സിക്കിൾ സെൽ അനീമിയ ഉള്ള പേഷ്യൻ്റ് ഈ ക്രൈസിസിലേക്ക് പോകാതിരിക്കുന്നതിന് കൊടുക്കുന്ന പേരാണ്, ഒരു മെഡിസിൻ ഉണ്ട്, ഹൈഡ്രോക്സി യൂറിയ എന്ന് പറയും. ഹൈഡ്രോക്സി യൂറിയ എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കും. ഇനി ഇത് സിവിയർ സ്റ്റേജിലാണ്, ഒരു രക്ഷയില്ല, ക്രൈസിസിൽ ഒരു വിധത്തിലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പേഷ്യൻറ്റിന് ബ്ലഡ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്താം. കാരണം പേഷ്യൻ്റിൻ്റെ ബ്ലഡ് എടുത്ത് മിഷനിലൂടെ കയറ്റി ഇറക്കി ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇതിനകത്ത് ബ്ലഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പരിപാടി നടത്തും.
സ്റ്റെം സെൽ റീപ്ലാന്റേഷൻ നടത്തും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് ഒരു രക്ഷയില്ലെങ്കിൽ ചെയ്യാറുണ്ട്. ഇതാണ് സിക്കിൾ സെൽ അനീമിയനെ കുറിച്ചുള്ള ഒരു വീക്ഷണം. താങ്ക് യു.